വെൽക്കം ബാക്ക് ടു സ്കൂൾ ഷിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ഹാർമണി ഓഫ് മാർവൽസിലെ ഒന്നാമത്തെ ചാപ്റ്റർ എ റോബോട്ട് വിത്ത് എ വൈറസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളം എക്സ്പ്ലനേഷനും ന്യൂ വേർഡ്സും അടക്കം ഒരു ഡീറ്റെയിൽ ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എ റോബോട്ട് വിത്ത് എ വൈറസ് റിട്ടൺ ബൈ പെദ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. ഒരു സ്പാനിഷ് റൈറ്ററാണ് പെദ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. A robot with a virus. It was a sunny morning. The vibrant golden sunlight danced across the streets. കഥ തുടങ്ങുന്നത് എപ്പോഴാണ്? മോർണിംഗിലാണ് അല്ലെ? എങ്ങനെയുള്ള മോർണിംഗ് ആണത്? ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അപ്പോൾ പ്രഭാത സൂര്യന്റെ പ്രഭ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മോർണിംഗ് ആണ്. അതുപോലെ തന്നെ തെരുവുകൾ കുറുകെ ഡാൻസ് കളിക്കുകയാണ് സൂര്യരശ്മികൾ. അത്ര ഉജ്ജ്വലമായ പ്രകാശമുള്ള ഒരു മോർണിംഗ് ആണ്. വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വൈബ്രന്റ് മീൻസ് എനർജറ്റിക്, ഊർജ്ജസ്വലമായ സൺലൈറ്റ് ആണെന്നുള്ളത്. അതെന്ത് ചെയ്യുകയാണ്? തെരുവിന് കുറുകെ ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ തെരുവിലാകെ വ്യാപിച്ചിരിക്കുന്നു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ദി എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ്. അങ്ങനെ ഈ സൂര്യപ്രകാശം വീടുകളുടെ മേൽക്കൂരകൾക്ക് മേലെ മനോഹരമായ ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ്. അതോടൊപ്പം അന്നത്തെ എയറിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള എയർ ആണ് അന്ന് രാവിലെ ഉണ്ടായിരുന്നത്. ദി sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. നോക്കൂ, ഇവിടെ ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് പേര് ക്യാരക്ടറിന്റെ? റിക്കി. അപ്പൊ നമുക്ക് നോക്കാം. റിക്കിയുടെ മുറിയിലേക്ക് എത്തി നോക്കുകയാണെന്നാണ് പറയുന്നത്. ആരാണ് എത്തി നോക്കുന്നത്? സൺബീംസ്, സൂര്യരശ്മികളാണ് റിക്കിയുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് അല്ലെങ്കിൽ എത്തി നോക്കുന്നത്. പീപ്പ് മീൻസ് എത്തി നോക്കുക. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. പക്ഷേ റിക്കി രാവിലെ എഴുന്നേറ്റിട്ടില്ല. റിക്കി ഇപ്പോഴും ഉറങ്ങുകയാണ്. ഹി സ്റ്റിൽ സ്ലീപ്പിംഗ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള ഒരു കുട്ടിയാണ് റിക്കി എന്ന് പറയുന്നത്. ആൻഡ് റിക്കി ഈസ് അവർ പ്രോട്ടാഗണിസ്റ്റ്, അവർ ഹീറോ. റിക്കിയാണ് നമ്മുടെ കഥയിലെ ഹീറോ. Ricky lived in a lovely futuristic house which had everything you can ever want. റിക്കി താമസിക്കുന്നത് വളരെ മനോഹരമായ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഹൗസിലാണ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അത്തരമൊരു വീട്ടിലാണ് റിക്കി താമസിക്കുന്നത്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഹൗസിലാണ് റിക്കി താമസിക്കുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും റിക്കി എങ്ങനെയുള്ള ഒരു കുട്ടിയാണ്? ഹീസ് സ്ലോവൻലി. എന്താണ് അതിനർത്ഥം? അൺടൈഡി അല്ലെങ്കിൽ അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു കുട്ടിയാണ് റിക്കി. He just threw his belongings all over the place. Belongings means സാധനങ്ങൾ, ഒരാളുടെ പൊസഷൻസ്, ഒരാൾക്കുള്ള സാധനങ്ങൾ. അപ്പോൾ റിക്കി എങ്ങനെയുള്ള കുട്ടിയാണ്? സ്ലോവൻലി ആണ്, അൺടൈഡി ആണ്, ഒരു കാര്യങ്ങളും അടുക്കും ചിട്ടയോടും ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് റിക്കി എന്ത് ചെയ്യും? അവന്റെ ബിലോങ്ങിങ്സ് എല്ലാം, അവന്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചു വാരി അലക്ഷ്യമായിട്ടേക്കും. His mother had to collect his belongings from all corners of the house. അതുകൊണ്ട് തന്നെ റിക്കിയുടെ മദറിന് എന്ത് ചെയ്യണം? എപ്പോഴും ഇങ്ങനെ ഇവൻ അവിടെയും ഇവിടെയും ഉപേക്ഷിച്ച സാധനങ്ങൾ എടുത്ത് പ്രോപ്പർ പ്ലേസിൽ വെക്കേണ്ട ഒരു സാഹചര്യമാണ്. His mother, who was the manager of a bank, left in the morning for work. She always had work for Ricky. അപ്പോൾ റിക്കിയുടെ മദർ ഒരു ബാങ്ക് മാനേജറാണ്. രാവിലെ തന്നെ ജോലിക്ക് പോകേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ റിക്കിയോട് പോകുന്നതിന് മുമ്പ് കുറേയധികം ജോലികൾ ഇങ്ങനെ ഏൽപ്പിക്കും. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, സ്കൂൾ ബാഗ് നിന്റെ സ്റ്റഡി റൂമിൽ കൊണ്ടുപോയി വെക്കൂ. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. നിന്റെ മുഷിഞ്ഞ തുണികളെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടൂ. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി, നിന്റെ ടിഫിൻ ബോക്സ് കഴുകി വെക്കൂ. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. ടീഷർട്ടും ട്രൗസേഴ്സും ഒക്കെ അയൺ ചെയ്ത് വെക്കൂ. ഇങ്ങനെ കുറേയധികം നിർദ്ദേശങ്ങൾ റിക്കിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷേ റിക്കി ഒരിക്കലും ഇതൊന്നും മൈൻഡ് ചെയ്യുകയില്ല. റിക്കി കളികളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. റിക്കി didn't help much around the house, but he was as excited as his parents and they bought the latest model of a butler robot. അങ്ങനെ റിക്കി നമുക്ക് മനസ്സിലാവുന്നു എന്താണ്? റിക്കി വീട്ടിൽ കാര്യങ്ങളൊന്നും ചെയ്യാത്ത, ജോലികളൊന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ റിക്കി ഒരു കാര്യത്തിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്തായിരുന്നു ആ കാര്യം? അവരുടെ പേരൻസിനെ പോലെ തന്നെ എക്സൈറ്റഡ് ആയ ഒരു കാര്യമുണ്ടായിരുന്നു. റിക്കിയുടെ വീട്ടിൽ ഒരു പുതിയ റോബോട്ടിനെ വാങ്ങി.
അപ്പൊ എന്ത് റോബോട്ടാണിത്? ഇതൊരു ബട്ട്ലർ റോബോട്ടാണ്. ബട്ട്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലക്കാരൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അപ്പോൾ ഒരു വേലക്കാരൻ ചീഫ് എന്ന രീതിയിൽ പറയാം. അപ്പം എന്താ വീടുകളിൽ ഉള്ള സെർവൻസിന്റെ ഒരു ചീഫാണ് ഒരു ബട്ട്ലർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിക്കിയുടെ വീട്ടിലേക്ക് പുതിയതായിട്ടൊരു റോബോട്ടിനെ വാങ്ങിച്ചു. അതൊരു ബട്ട്ലർ റോബോട്ടാണ്, വീട്ടിലെ പണികളൊക്കെ എടുക്കുന്ന ഒരു റോബോട്ട്. As soon as it arrived, off it went, cooking, cleaning and ironing. ഈ റോബോട്ടിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതെന്താണ്, ജോലികളിലേക്ക് വ്യാപൃതനായി. അപ്പൊ കുറേയധികം ജോലികൾ ഉണ്ടായിരുന്നു. കുക്കിംഗ്, ക്ലീനിങ്, അയേണിങ്, ഈ ജോലികളെല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി ആരെ? റോബോട്ട്. But the most important work it did was picking up Ricky's clothes from the floor. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ റിക്കി ഇങ്ങനെ വലിച്ചെറിയുന്ന, ലക്ഷ്യമായിട്ടിടുന്ന റിക്കിയുടെ ഡ്രസ്സ് എല്ലാം എടുത്ത് പ്രോപ്പർ സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ്. On the first day when he went to sleep, his bedroom was in a disastrous state as usual. അപ്പോൾ ഈ റോബോട്ട് വന്ന ആദ്യത്തെ ദിവസം റിക്കിയുടെ ബെഡ്റൂം എന്ന് പറയുന്നത് സാധാരണ ഇവന്റെ ബെഡ്റൂം എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു നശിച്ച രൂപത്തിലായിരുന്നു, ഒരു ഡിസാസ്റ്റർ സ്റ്റേറ്റ്. ഡിസാസ്റ്റർ മീൻസ് ദുരന്തം എന്നാണ്. അപ്പം ഒരു ദുരന്ത ഭൂമി പോലെയായിരുന്നു റിക്കിയുടെ ബെഡ്റൂം ഈ റോബോട്ട് വന്ന ആദ്യത്തെ ദിവസവും. കാരണം എന്താണ്, സാധനങ്ങൾ ഇങ്ങനെ വലിച്ച് വാരിയിട്ടിരിക്കുകയാണ്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദി നെക്സ്റ്റ് മോർണിംഗ്, പക്ഷേ റിക്കി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. പിറ്റേ ദിവസം റിക്കി നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര വൃത്തിയുള്ളതായിട്ടും അല്ലെങ്കിൽ ടൈഡി, അടുക്കും ചിട്ടയോടെയും ഇരിക്കുന്നതായിട്ടാണ് റിക്കി കണ്ടത്. ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഈ പറയുന്ന ക്ലീനിങ് എല്ലാം? നമ്മുടെ ബട്ട്ലർ റോബോട്ട് തന്നെ ചെയ്തതാണ്. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ തന്റെ റൂം ഇത്ര ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടിരിക്കുന്നത് കണ്ട് റിക്കി പറയുകയാണ്. എക്സ്ക്ലെയിം എന്ന് പറഞ്ഞാൽ ഉദ്ഘോഷിക്കുക അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുക എന്നാണ്. എന്താണ്? വണ്ടർഫുൾ, വണ്ടർഫുൾ, അതിശയമായിരിക്കുന്നു, എത്ര നീറ്റാണ്, എത്ര അടുക്കും ചിട്ടയോടെയുമാണ് എൻ്റെ മുറി ഇരിക്കുന്നതെന്ന് റിക്കി പറയുകയാണ്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മുറി കൂടുതൽ വൃത്തിയായി പോയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. റിക്കി couldn't find his favorite t-shirt nor his favorite food book. അപ്പൊ എന്താണ് സംഭവിച്ചത്? മുറി ഇങ്ങനെ ബട്ട്ലർ റോബോട്ട് വളരെ ക്ലീൻ ആക്കി വെച്ചതുകൊണ്ട്, കൂടുതൽ ക്ലീൻ ആക്കി വെച്ചതുകൊണ്ട് പല സാധനങ്ങളും എവിടെയാണെന്ന് മനസ്സിലാക്കാൻ റിക്കിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ്? ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്, ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. അപ്പോൾ റിക്കിയുടെ ഈ പറയുന്ന ഫേവറേറ്റ് ടീഷർട്ടും ഫുട്ബോളും ഒന്നും റിക്കിക്ക് എന്താണ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായില്ല. മാ, വേഴ്സ് മൈ ടീഷർട്ട്, വേഴ്സ് മൈ ബോൾ, ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അങ്ങനെ റിക്കിയുടെ പല സാധനങ്ങളും റിക്കിക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ റിക്കി എന്ത് ചെയ്യാണ്? അമ്മയെ പെസ്റ്റർ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. പെസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റിക്വസ്റ്റുമായിട്ട് ഇങ്ങനെ നിരന്തരം ഒരാളെ ശല്യം ചെയ്യുക. എൻ്റെ അതെവിടെയാണ്, എൻ്റെ ഇതെവിടെയാണ് എന്നൊക്കെ ചോദിച്ച് റിക്കി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ശല്യം ചെയ്തതിനെയാണ് പെസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? റിക്കി ഇങ്ങനെ കണ്ടിന്യൂസ് ശല്യം ചെയ്യുകയാണ് അമ്മയെ, എൻ്റെ സാധനങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചത്. കാരണം ടു ക്ലീൻ ആണ് അവൻ്റെ മുറി. ഇപ്പോൾ അവന് പലതും കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. He could not find his things even after he had searched up and down. അപ്പോൾ റിക്കി അവൻ്റെ മുറിയിൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ എല്ലായിടത്തും ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടും റിക്കിയുടെ കുറേ സാധനങ്ങൾ റിക്കിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. He asked himself, where could they have gone? ഈ സാധനങ്ങളെല്ലാം എവിടെ പോയെന്ന് അവനോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. However much he searched during the day, those two items did not reappear. അപ്പോൾ അവൻ്റെ ടീഷർട്ടും അവൻ്റെ ഫുട്ബോളും ഒക്കെ അവനിങ്ങനെ ആ ദിവസം മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ചുവെങ്കിലും സെർച്ച് ചെയ്തുവെങ്കിലും അവനത് കിട്ടിയോ? ഇല്ല. അത് ആ ദിവസം ഒരു സമയത്തും അത് റീഅപ്പിയർ ചെയ്തില്ല. അപ്പിയർ മീൻസ് പ്രത്യക്ഷപ്പെടുക, റീഅപ്പിയർ മീൻസ് വീണ്ടും പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഇവൻ എത്ര സെർച്ച് ചെയ്തിട്ടും ഈ സാധനങ്ങളൊന്നും അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടതുമില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ മാത്രമല്ല, വേറെ കുറേ സാധനങ്ങളും ഈ രീതിയിൽ എന്താണ് മിസ്സിംഗ് ആണ്, കാണുന്നില്ല എന്നാണ് ഇപ്പോൾ റിക്കി പറയുന്നത്. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദി ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പൊ റിക്കി നോക്കിയപ്പോൾ മറ്റാരും വീട്ടിലില്ല. അപ്പൊ ഈ സാധനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള ഒരാൾ റിക്കി ആലോചിച്ചു, ഈ റോബോട്ട് ആയിരിക്കുമോ എന്ന് റിക്കിക്ക് ഒരു സംശയം വരുന്നു. സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സംശയം, സംശയം വെച്ച് നോക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സസ്പീഷ്യൻ എന്ന് പറഞ്ഞാൽ സംശയം, സസ്പീഷ്യസ് ഐ എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ കണ്ണുകൾ. അപ്പം സംശയത്തിന്റെ കണ്ണോടെ റിക്കി ആരെയാണ് നോക്കുന്നത്? ഈ ബട്ട്ലർ റോബോട്ടിനെയാണ്.
ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്. ഇത് അവൻ്റെ പണി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റിക്കി പറയുകയാണ്, ഹാൻഡി വർക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്ത കാര്യം. അപ്പൊ ഇവിടെ അവൻ ചെയ്ത പണിയാണ്, അവൻ എനിക്ക് തന്ന പണിയാണെന്നാണ് റിക്കി വിചാരിക്കുന്നത്. ഹി തോട്ട്. He hatched a plan to spy on the robot and began following it around the house. Hatched എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുട്ട വിരിയുന്നതിനെയാണ് ഹാഷ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ മുട്ട എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ വിരിയിച്ചെടുക്കുക. അപ്പം റിക്കി ഇങ്ങനെ മനസ്സിലിട്ട് ഒരു ഐഡിയ വിരിയിച്ചെടുത്തു, ഐഡിയ ഉണ്ടാക്കി. എന്തിനുള്ള ഐഡിയ ആണ്? ടു സ്പൈ ഓൺ ദി റോബോട്ട്. സ്പൈ മീൻസ് എന്താണ്? ഹൂസ് സ്പൈ? ചാരപ്രവൃത്തി നടത്തുന്ന ആളാണ് സ്പൈ. അപ്പോൾ ഈ റിക്കി ഒരു പ്ലാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. എങ്ങനെയാണ് ഈ റോബോട്ടിനെ സൂക്ഷ്മമായിട്ട് അവൻ അറിയാതെ ഫോളോ ചെയ്ത് അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ റിക്കി എന്ത് ചെയ്തു? രൂപപ്പെടുത്തി എടുത്തു. ഹാച്ച്ഡ്, സ്പൈ, ഈ രണ്ട് വേർഡ്സും വേർഡ് മീനിങ്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. So he hatched a plan to spy on the robot and began following it around the house. അങ്ങനെ റിക്കി ഈ റോബോട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും, വീട്ടിലെല്ലാ സ്ഥലത്തും റിക്കി റോബോട്ടിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അവസാനം റിക്കി റോബോട്ടിനെ കൈയോടെ പിടികൂടി. അപ്പോൾ ഈ കോട്ട് റെഡ് ഹാൻഡഡ് എന്ന് കണ്ടോ? ക്യാച്ച് റെഡ് ഹാൻഡ് എന്നാണ് അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുക. അതിൻ്റെ അർത്ഥം എന്താണ്? കൈയോടെ പിടികൂടുക എന്നാണ്. അപ്പോൾ ഒരാളൊരു കള്ളത്തരം അല്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തി ചെയ്ത് അതിനെ നമ്മൾ കൈയോടെ പിടികൂടുക എന്ന് പറയുക. ആ തെളിവോടെ പിടികൂടുന്നതിനെയാണ് ഈ ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്ന് പറയുക. അത് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ഇഡിയമാണ്, ഒരു ശൈലിയാണ് ഇംഗ്ലീഷിൽ. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് when it was picking up one of his clothes. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴാണ് റിക്കി റോബോട്ടിനെ കൈയോടെ പിടികൂടിയത്? റിക്കിയുടെ ക്ലോത്ത്സ് ഇങ്ങനെ എടുത്തു വെക്കുന്ന സമയത്ത് റിക്കി ഇതിനെ കൈയോടെ പിടികൂടി. റിക്കി ഫോളോ ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റോബോട്ടിന്റെ പുറകെ റിക്കി ഇങ്ങനെ നടക്കുകയാണ്, സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിംഗ് ഹിസ് ടീ-ഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദി സ്റ്റോർ റൂം. അപ്പോൾ ഇനി റിക്കി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവന്റെ ടീഷർട്ട് ഈ റോബോട്ട് നീറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോൾഡ് ചെയ്യുന്നുണ്ട്, മടക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്യാൻ മടക്കുക. ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? അത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇപ്പൊ എവിടെയാണ്? നമുക്ക് മനസ്സിലായി അല്ലെ? റിക്കിയുടെ കാണാതെ പോയ വസ്ത്രങ്ങളും ഫുട്ബോളും ഒക്കെ ഇപ്പൊ എവിടെയായിരിക്കാം? സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി റോബോട്ട് വെക്കുന്നതാണ്. ഓഫ് ഹി വെന്റ് റണ്ണിങ് ടു ഹിസ് പാരന്റ്സ്. അപ്പൊ ഇങ്ങനെ കള്ളനെ പിടികൂടിയ സന്തോഷത്തിൽ, ആരാണ് കള്ളൻ? റിക്കിയുടെ അഭിപ്രായത്തിൽ റോബോട്ടാണ്. റിക്കി പാരന്റ്സിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഈ ബട്ട്ലർ റോബോട്ട്, അച്ഛാ, ഇത് ഫോൾട്ടിയാണ്. ഇത് എന്താണ്? തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു കള്ളനാണെന്ന രീതിയിൽ തന്നെയാണ് റിക്കി പറയുന്നത്. ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. അവൻ എൻ്റെ വസ്തുക്കൾ എന്ത് ചെയ്തു? സ്റ്റീൽ ചെയ്തു, മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നു ഈ റോബോട്ടിനെ ഇതിൻ്റെ ഡിസൈനേഴ്സ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് റിക്കി അച്ഛനോട് പറയുകയാണ്. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. നമുക്കിതിനെ പറഞ്ഞയക്കാം, തിരിച്ചയക്കാം എന്ന് റിക്കി പറയുകയാണ്. ആബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷൂ ഹിസ് ഹെഡ്. അപ്പൊ അച്ഛൻ സമ്മതിക്കുമോ റോബോട്ടിനെ തിരിച്ചയക്കാൻ? ഇല്ല, ഒരിക്കലുമില്ല. അച്ഛൻ പറയുന്നത് ഒരിക്കലുമില്ല, ഒരിക്കലും ഞാൻ ഈ റോബോട്ടിനെ തിരിച്ചയക്കാൻ സമ്മതിക്കില്ല. ആൻഡ് ഹീസ് ഷേക്കിംഗ് ഹിസ് ഹെഡ്. എന്താണ്? ഇല്ല എന്ന അർത്ഥത്തിൽ അച്ഛൻ തലയാട്ടുകയാണ്. ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അപ്പൊ റോബോട്ടിക്സിലെ, റോബോട്ടുകളെ കുറിച്ചുള്ള ആ ശാഖയിലെ ഒരു എക്സ്പേർട്ടാണ് റിക്കിയുടെ അച്ഛൻ. അപ്പം റിക്കിയുടെ അച്ഛൻ അറിയാം റോബോട്ടിനെ കുറിച്ചും അതിന്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ചുമെല്ലാം. അപ്പോൾ റോബോട്ട് നല്ലതാണോ, അതിന്റെ ഡിസൈൻ നല്ലതാണോ, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ നല്ലതാണോ ഒക്കെ അച്ഛനറിയാം. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. അതുകൊണ്ട് തന്നെ ഈ റോബോട്ടിൽ അച്ഛൻ എന്താണ്? ഡിലൈറ്റഡ് ആണ്. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ് എന്നാണ്. അപ്പോൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിയായ സന്തോഷം. അപ്പം ഈ റോബോട്ടിൽ അച്ഛൻ എന്താണ്? അതിയായ സന്തോഷവാനാണ്, സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തനാണ്. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. എന്താണ് ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വപ്നം യാഥാർത്ഥ്യമായ പോലെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അച്ഛനിപ്പോൾ ഈ റോബോട്ട് വന്നതിന് ശേഷം. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷേ റിക്കി എന്താണ്? ഒബ്സ്റ്റിനേറ്റ് ആണ്. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാഠ്യം പിടിക്കുക, ഒരു കാര്യം അംഗീകരിക്കാതെ ശാഠ്യം പിടിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഒബ്സ്റ്റിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്കി ഇവിടെ അച്ഛൻ്റെ ഈ ഒരു
അഭിപ്രായത്തോട് യോജിക്കാതെ ഇങ്ങനെ ശാഠ്യം പിടിച്ച് ഒബ്സ്റ്റിനേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് യു. എനിക്കിവനെ ഒഴിവാക്കണം. എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിഗാൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ. ലെറ്റ്സ് സീ. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് യു. എന്താണ്? എനിക്ക് എങ്ങനെയെങ്കിലും ഇവനെ ഒഴിഞ്ഞു കിട്ടണമെന്ന് റിക്കി പറയുന്നു. എ ഹീറ്റഡ് ആർഗ്യുമെന്റ്. ഹീറ്റഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചൂട് പിടിച്ച ഒരു വാഗ്വാദം. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ വാഗ്വാദം. രണ്ട് വ്യക്തികൾ തമ്മിൽ എന്ത് ചെയ്യാണ്? വഴക്കു കൂടുന്ന രീതിയിൽ എന്താണ് കാര്യങ്ങളെ, ഒരാളുടെ അഭിപ്രായം പറയുന്നു, മറ്റേയാൾ എന്ത് ചെയ്യുന്നു, അത് സമ്മതിക്കുന്നില്ല, മറ്റേയാൾ അതും സമ്മതിക്കുന്നില്ല, ഈ രീതിയിൽ പറയുന്നതാണ് വാഗ്വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിബേറ്റിന്റെ മൂഡിലേക്ക് അച്ഛനും മകനും കൂടെ പോവുകയാണ്. എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അപ്പോൾ അച്ഛനും മകനും കൂടെ ഒരു വലിയ തർക്കത്തിൽ ഇവിടെ എത്തുകയാണ്. നമുക്ക് നോക്കാം. ഫാദർ, എ റോബോട്ട് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. എന്താണ് അച്ഛൻ പറയുന്നത്? ഒരു റോബോട്ട് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ക്രിയേഷൻ ആണ്, അല്ലേ? അതിശയകരമായ ഒരു സൃഷ്ടിയാണ് ഒരു റോബോട്ട് എന്ന് പറയുന്നത്. അതിശയകരമായ ഒരു ഡിവൈസ് ആണത്. ഈ റോബോട്ടിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. അപ്പൊ നിനക്ക് മനസ്സിലാവും എന്നാണ് അച്ഛൻ പറയുന്നത്. ആൻഡ് വാട്ട് ഡിഡ് റിക്കി സേ? റിക്കി എന്താ പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. റിക്കി പറയാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ എനിക്ക് എന്താ തോന്നുന്നത്? നല്ലതിനേക്കാൾ കൂടുതൽ മോശം കാര്യങ്ങളാണ് ഈ റോബോട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാദർ, യു ആർ റോങ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. റിക്കി, നീ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. നിനക്ക് മനസ്സിലാക്കാനിട്ടാണ് എങ്ങനെയാണ് ഒരു റോബോട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. റിക്കി പറയുകയാണ്, ഐ ക്യാൻറ്റ് എഗ്രി വിത്ത് യു. എനിക്ക് അച്ഛനോട് എഗ്രി ചെയ്യാൻ പറ്റൂല. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ സമ്മതിച്ചു തരാൻ എനിക്ക് കഴിയൂല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാം. നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റോബോട്ട് എന്താണ്, ഒരു വലിയ പ്രശ്നമായി മാറുമെന്നാണ് റിക്കി പറയുന്നത്. റിക്കി kept on complaining to his parents about the robot hiding things. അപ്പോൾ അച്ഛൻ എന്താണ് തീരുമാനം മാറ്റിയില്ല. റോബോട്ട് ഇവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ റിക്കി എന്ത് ചെയ്തു? റിക്കി വീണ്ടും ഇങ്ങനെ തുടർക്കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിക്കിയുടെ പേരൻസിൻ്റെ അടുത്ത്. എന്താണ്? റോബോട്ട് എൻ്റെ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുകയാണെന്ന്. ദാറ്റ് ഔട്ട്വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. അപ്പോൾ ഈ റിക്കി പറയുന്ന ഈ കുറ്റാരോപണങ്ങൾ എന്താണ്? തൻ്റെ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നു എന്ന കുറ്റം. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ബട്ട്ലർ റോബോട്ടിനെ കുറിച്ച്. അപ്പൊ ഈ റോബോട്ടിനെ കുറിച്ചുള്ള ഈ കുറ്റങ്ങൾ എന്ത് ചെയ്യുകയാണ്? അത് ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കാൾ എന്താണ് വെയിറ്റ് കൂടി വരികയാണ്, അല്ലെങ്കിൽ അതാണ് കൂടിക്കൂടി ഏറി വരുന്നത് റിക്കിയുടെ മനസ്സിൽ. വൺ ഡേ ദ റോബോട്ട് ഹു വാസ് വേറിംഗ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈൻ. അപ്പോൾ ഒരു ദിവസം നമുക്കറിയാം റോബോട്ട് എങ്ങനെയാണ് സഞ്ചരിക്കുക എന്നൊക്കെ നമുക്കറിയാം. അതിങ്ങനെ ഹൗസ് മുഴുവൻ എന്താണ് അതിൻ്റെ പണികളൊക്കെ ചെയ്തിങ്ങനെ നടക്കുകയാണ്. അപ്പം റോബോട്ട് അതൊരു മെഷീൻ ആണല്ലോ. അപ്പോൾ ആ മെഷീൻ ആകുമ്പോൾ അതിനെന്തുണ്ടാവും? ഒരു സൗണ്ട് ഉണ്ടാവും, ഒരു വൈബ്രേറ്റിംഗ്, അല്ലെങ്കിൽ ഒരു മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ലോ സൗണ്ട് ഇവരുടെ ബട്ട്ലർ റോബോട്ടും എന്താണ് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടിനെയാണ് വേർ എന്ന് WHIR എന്ന് കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് വേർഡ് മീനിങ്ങിൽ നോക്കുക. അപ്പോൾ ഈ ഒരു ശബ്ദത്തോടെ റോബോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് റിക്കി ഇങ്ങനെ തന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നത് റോബോട്ട് എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. The robot returned with a pair of Ricky's shoes and some of his clothes. അങ്ങനെ തന്നെ കുറിച്ച് റിക്കി കംപ്ലൈന്റ് പറയുന്നത് കേട്ട് റോബോട്ട് റിക്കിയുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്, കയ്യിൽ കുറച്ച് സാധനങ്ങളുമായിട്ട്. എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? റിക്കിയുടെ ഒരു പെയർ ഷൂസും അതുപോലെ തന്നെ അവന്റെ കുറച്ച് വസ്ത്രങ്ങളുമാണ് കൊണ്ടുവരുന്നത്. Here, sir, I did not know it was bothering you, said the butler in his metallic voice. അപ്പോൾ ഈ സാധനങ്ങൾ റിക്കിക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ മെറ്റാലിക് വോയിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ്, അതിൽ മെറ്റൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ മെറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു മെഷീൻ സൗണ്ടിൽ നമുക്കറിയാം ഒരു മെഷീൻ വോയിസിൽ ഈ റോബോട്ട് പറയുന്ന എന്താണ്? ഒരു ഹ്യൂമൻ വോയിസ് ആണോ? അല്ല, ആ മെഷീൻ വോയിസിൽ റോബോട്ട് പറയുകയാണ്, ഇതാണ് സാർ, എന്താണ് ഈ സാധനങ്ങൾ എടുക്കൂ എന്ന അർത്ഥത്തിൽ. ഹിയർ സർ, ഇതാണ് നിങ്ങളുടെ സാധനങ്ങൾ. ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. ഈ സാധനങ്ങൾ നിങ്ങൾ എന്താണ് ബോദർ ചെയ്യുമെന്ന്, എന്താണ് ഇത് മാറ്റി വെച്ചാൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകുമെന്ന്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കത് പ്രശ്നമാകുമെന്ന്, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ഈ സാധനങ്ങൾ റോബോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. അപ്പോൾ റിക്കി ദേഷ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെക്കുക? എന്നിട്ട് എന്തുകൂടെ വിളിക്കുന്നു? കള്ളൻ എന്നുകൂടെ റോബോട്ടിനെ വിളിക്കുന്നു. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. അപ്പോൾ നീ എൻ്റെ സാധനങ്ങൾ
എന്താണ് ആഴ്ചകളായിട്ട് ഇങ്ങനെ കട്ടെടുത്തുകൊണ്ട് പോവുകയാണ്, മോഷ്ടിച്ചു കൊണ്ട് പോവുകയാണ്. നിക്കിങ് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. I had seen your things lying scattered on the floor. I thought that you did not need them. അപ്പോൾ ഇങ്ങനെ തന്നെ കള്ളൻ എന്ന് വിളിച്ച് അല്ലെങ്കിൽ റോബോട്ടിനോട് ഇതെല്ലാം നീ കട്ടെടുത്തതാണെന്ന് പറയുമ്പോൾ റോബോട്ട് റിക്കിക്ക് ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇനി കൊടുക്കുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റ്സ് സീ. I had seen your things lying scattered on the floor. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് റിക്കി എങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. റിക്കിക്ക് ഒരു സ്ലോവൻലി ക്യാരക്ടറാണ്. അൺടൈഡി ആയിട്ടുള്ള അടുക്കും ചിട്ടയും ഇല്ലാത്ത സാധനങ്ങൾ വലിച്ചു വാരിയിടുന്ന. അപ്പോൾ റോബോട്ട് പറയുന്നത് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, എന്താണ് നിന്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ തറയിൽ ചിതറിക്കിടക്കുന്നത്. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുക. അപ്പോൾ ചിതറിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. അപ്പോൾ നിനക്കത് വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വലിച്ചു വാരി ഇടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്നും നിനക്ക് വേണ്ട എന്ന്. ഐ എം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഇസ് നോട്ട് വാണ്ടഡ്. അപ്പോൾ എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്താണ് എടുത്തു മാറ്റുക അല്ലെങ്കിൽ കളക്ട് ചെയ്ത് മാറ്റുക എന്നാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. At night, I send them to places where other humans can use them. അങ്ങനെ മറ്റുള്ളവർ ഉപേക്ഷിച്ച, അപ്പം മറ്റുള്ളവർ ഇപ്പോൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് കളക്ട് ചെയ്ത് രാത്രിയിൽ എന്ത് ചെയ്യും? റോബോട്ട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നവരിലേക്ക് അത് കൈമാറുമെന്ന്. ഐ എം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാൻ എങ്ങനെയുള്ള ഒരു മെഷീൻ ആണെന്നാണ് റോബോട്ട് തന്നെ വിശേഷിപ്പിക്കുന്നത്. മാക്സിമം എഫിഷ്യൻസി മെഷീൻ. മാക്സിമം എന്ന് പറഞ്ഞാൽ പരമാവധി, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ വളരെയധികം കാര്യക്ഷമതയുള്ള വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഞാൻ. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്? അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ എന്നാണ് റോബോട്ട് നമ്മുടെ റിക്കിയോട് ചോദിക്കുന്നത്. അൺഅവെയർ മീൻസ് അറിഞ്ഞുകൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വന്നത്. അവെയർ എന്ന് പറഞ്ഞാൽ അറിയുക, അൺഅവെയർ അറിയാതിരിക്കുക. ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. അപ്പോൾ റോബോട്ട് എങ്ങനെയാണ്? ഒരു തരം അഹങ്കാരത്തോടും അഭിമാനത്തോടും കൂടി റിക്കിയോട് ചോദിക്കുകയാണ്, ഞാനൊരു ഹൈ എഫിഷ്യൻസി അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി മെഷീനാണ് എന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ എന്ന്. റിക്കി വാസ് അഷെയിംഡ്. അപ്പോൾ ഈ റോബോട്ടിന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ, അവന്റെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ റിക്കിക്ക് എന്താണ്? നാണം വന്നു. അത്രമാത്രം നാണം കെട്ടുപോയി റിക്കി നമ്മുടെ റോബോട്ടിന് മുമ്പിൽ. ഹി വാസ് അഷെയിംഡ്. അഷെയിംഡ് മീൻസ് നാണം കെട്ടു. He had spent all his life treating things as though they were useless. അപ്പോൾ ഈ കാലം അത്രയും റിക്കി എങ്ങനെയാണ് ജീവിച്ചത്? വസ്തുക്കളെ, സാധനങ്ങളെ ഒരു വിലയും ഇല്ലാത്തതായിട്ടാണ് ഇവൻ കണ്ടുകൊണ്ടിരുന്നത്. ഇവന്റെ വീട്ടിൽ കുറേയധികം സാധനങ്ങളുണ്ട്, ഇവന് ഒത്തിരിയധികം വസ്ത്രങ്ങളും കളിക്കോപ്പുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും എന്താണ്, ഇതിൻ്റെ ഒന്നും വില മനസ്സിലാക്കാതെ, വാല്യൂ മനസ്സിലാക്കാതെ വലിച്ചെറിഞ്ഞുമൊക്കെയാണ് ഇവൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഇവൻ എന്ത് ചെയ്തു? നാണം തോന്നി. ഹി കെയർഡ് ഫോർ നത്തിങ്. ഒരു കാര്യവും അവൻ എന്ത് ചെയ്തു? കെയർ ചെയ്തിരുന്നേയില്ല. Yet there were many people in the world who would have been delighted to have Ricky's things. പക്ഷേ ഈ ലോകത്ത് റിക്കി ഇങ്ങനെ വില കുറച്ചത് കാണുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ റിക്കി ഇങ്ങനെ വലിച്ചെറിഞ്ഞും ഒരു വിലയും ഇല്ലാത്തതായിട്ട് കരുതുന്ന സാധനങ്ങൾക്കൊക്കെ വിലയുള്ള മനുഷ്യരുണ്ടായിരുന്നു. എന്താണ് റിക്കിക്ക് വേണ്ടാതെ റിക്കി ഇങ്ങനെ വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആവശ്യമുള്ള മനുഷ്യരുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ ആവശ്യമുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ റിക്കി വിലയില്ല എന്ന് കരുതിയതൊക്കെ എന്താണ് വേണ്ട, ആവശ്യമുള്ള കുറേയധികം മനുഷ്യരെന്താണ് അവൻ്റെ വീടിന് പുറത്തും അവൻ്റെ ജീവിക്കുന്ന ചുറ്റുപാടിന് പുറത്തും ഒക്കെ ഉണ്ട്. പക്ഷെ റിക്കി എന്താണ് ഇത് മനസ്സിലാക്കിയില്ല. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ബീൻ ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദെം ടു. അപ്പോൾ റിക്കിയെ പോലെയല്ല അവരൊന്നും. ഈ സാധനങ്ങൾ കിട്ടുമായിരുന്നെങ്കിൽ അവരൊക്കെ എന്താണ് വളരെ ശ്രദ്ധയോടെ വളരെ കെയർ ചെയ്ത് ഈ സാധനങ്ങളെല്ലാം അവർ ഉപയോഗിക്കുമായിരുന്നു. ഒന്നും നശിപ്പിച്ച് കളയുമായിരുന്നില്ല അലക്ഷ്യമായി എറിഞ്ഞു. He realized that the robot was neither broken nor misprogrammed. അപ്പോൾ ഇവന് മനസ്സിലായി ഈ റോബോട്ട് ബ്രോക്കണോ അല്ലെങ്കിൽ കേടുവന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം തെറ്റായിപ്പോയതോ ഒന്നുമല്ല. റാദർ മറിച്ച് ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. മറിച്ച് ഇതെങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ, എക്സ്ട്രീംലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി, വളരെ നല്ല രീതിയിൽ, ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തൊരു റോബോട്ടാണ്. Since then, Ricky decided to become a maximum efficiency boy. അപ്പോൾ അത് തൊട്ട് ഈ സംഭവത്തിന് ശേഷം റിക്കി ആരായി മാറുകയാണ്? ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ്.
പരമാവധി കാര്യക്ഷമതയുള്ള ഒരു കുട്ടിയായിട്ട് മാറുകയാണ്. അപ്പൊ കാര്യക്ഷമത എന്ന് പറയുന്നത് റിക്കി എന്ത് കാര്യങ്ങളിലൊക്കെയാണ് വരുത്തുന്നത്? അവന്റെ വസ്തുക്കളിൽ അല്ലെങ്കിൽ അവന്റെ സമയം, ഈ കാര്യങ്ങളിലെല്ലാം മാക്സിമം എഫിഷ്യൻസി ഉറപ്പുവരുത്തുന്ന ഒരു കുട്ടിയായിട്ട് റിക്കി മാറുകയാണ്. അതിനുശേഷം റിക്കി എന്ത് ചെയ്യാണ്? തൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാനും അതിൻ്റെയൊക്കെ വില മനസ്സിലാക്കി അതൊന്നും കേടുവരുത്താതെ ഇരിക്കാനും ഒക്കെ റിക്കി എന്ത് ചെയ്യാണ്? പഠിച്ചു എന്നാണ് പറയുന്നത്. He put real care into how he treated his things. എന്താണ്? തൻ്റെ വസ്തുക്കളെ എങ്ങനെയാണ് താൻ ശ്രദ്ധിക്കുന്നതെന്ന് അവൻ ആദ്യമായിട്ട് എന്ത് ചെയ്തു? അതിലൊക്കെ മാറ്റം വരുത്തി വളരെ കെയർ ചെയ്ത് വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. He kept them tidy and made sure he didn't have more than what was necessary. ഇപ്പൊ തനിക്കുള്ള സാധനങ്ങൾ, അത് തൻ്റെ ക്ലോത്ത്സ് ആയിരിക്കട്ടെ, തൻ്റെ ഷൂസോ, തൻ്റെ ബോളോ, അല്ലെങ്കിൽ തൻ്റെ ടോയ്സോ, എന്തുമായിക്കോട്ടെ, സ്റ്റഡി മെറ്റീരിയൽസോ എന്തുമായിക്കോട്ടെ, അതെല്ലാം റിക്കി എന്ത് ചെയ്തു? ടൈഡി ആയിട്ട്, നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, തനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടോ എന്ന് റിക്കി എന്ത് ചെയ്തു? എപ്പോഴും ചെക്ക് ചെയ്തു. അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്തു? ആവശ്യമുള്ള മറ്റു മനുഷ്യർക്ക് കൊടുക്കാനും റിക്കി എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. അപ്പോൾ ടേക്ക് എ ലീഫ് ഔട്ട് ഓഫ് സമ്മൺസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ റോബോട്ടിന്റെ ബുക്കിൽ നിന്ന് ഒരു ലീഫ് എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ശൈലിയാണ്. അപ്പോൾ റോബോട്ടിന്റെ ബുക്കിൽ നിന്ന് ഒരു ലീഫ് എടുത്തു എന്ന് പറഞ്ഞാൽ റോബോട്ടിന്റെ ജീവിതത്തിൽ നിന്നൊരു കാര്യം എടുത്തു, അല്ലെങ്കിൽ റോബോട്ടിനെ അനുകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. With his pocket money, he began to help people and buy needful things for them. അപ്പോൾ അവന് കിട്ടുന്ന പോക്കറ്റ് മണി വെച്ചിട്ട് ആവശ്യമുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും എന്ത് ചെയ്തു? റിക്കി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിക്കിയുടെ കഥ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ റിക്കി എന്താണ്? തൻ്റെ സാധനങ്ങൾക്ക് വില കൊടുക്കാത്തൊരു കുട്ടിയാണ്. അപ്പോൾ തൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ട് കളയുക, അല്ലെങ്കിലൊക്കെ നശിപ്പിച്ച് കളയുക, അങ്ങനെയുള്ള ശീലമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ആ ശീലത്തിൽ നിന്ന് ഒരു റോബോട്ടിന്റെ സ്വാധീനം കൊണ്ട് മാറാൻ അവന് സാധിക്കുന്നു. അതിനുശേഷം തൻ്റെ വസ്തുക്കൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക്, ആവശ്യത്തിലിരിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാനും റിക്കി എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ഒത്തിരിയധികം വേർഡ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വേർഡ്സ് ഇവിടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക, നോട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഹാപ്പി ലേണിംഗ്. ബൈ.